ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ശുഭദാമ്പത്യത്തിലെ 2-ാം അധ്യായത്തില് സ്ത്രൈണതയും പൗരുഷവും എന്നുള്ളതിന്റെ സ്ത്രൈണതയുടെ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു വരികയായിരുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും പൗരുഷത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോ അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: Attributes of masculinity generally emphasize hierarchy, linearity, and logic. പുരുഷ മാനസികതയും വ്യക്തിത്വ ഗുണങ്ങളും. പൗരുഷം എന്നത് നിരന്തരമായി തന്റെ പിതൃധാരകൾക്കും കുടുംബത്തിനും മക്കൾക്കും പുറത്തുള്ള ഒരു ലോകത്ത് വ്യാപരിക്കാൻ പാകത്തിലാണ് ഘടന ചെയ്തിട്ടുള്ളത്. തന്റെ ധർമ്മം നിർവഹിച്ചു കഴിഞ്ഞ് പിന്നീട് ആ സ്ത്രൈണ ലോകത്തെ തുടരാതെ നിലനിൽക്കണം എന്ന പ്രപഞ്ചത്തിന്റെ വിഭ്രംശ നിയമമാണ് അതിന് കാരണമാകുന്നത്. ഒരു നിരന്തരക്രമം പൗരുഷം അനുവദിക്കുന്നില്ല. മുന്നിലൂടെ കടന്നു പോകുന്ന എല്ലാത്തിനോടും എന്നതിന് പകരം തനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് അതുവഴി വരുന്നതിനെ മാത്രം സ്വീകരിച്ച് കടത്തിവിടുക എന്നതാണ് പൗരുഷത്തിന്റെ രീതി. തനിക്ക് ഇങ്ങനെ ഉചിതമായി ഭവിക്കുന്ന ഇടങ്ങളുമായി മാത്രം ബന്ധം നിലനിർത്തിക്കൊണ്ട് ജീവിതത്തെ ആവിഷ്കരിക്കുന്ന ഇവർക്ക് സമഗ്രമായി കാര്യങ്ങളെ സമീപിക്കാൻ കഴിയണമെന്നില്ല. ഏകധാരയിൽ മാത്രമുള്ള പരിധിയില്ലാത്ത വളർച്ച ഇവർ കാക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ജീവിത വ്യവഹാരങ്ങളുടെ തിരക്കിൽ ചെന്നെത്തുന്ന ഇടങ്ങളിൽ നിന്നും ഒരു വിശ്രമാവസ്ഥയിൽ പൂർവസ്ഥിതി പ്രാപിക്കുവാനല്ല ഇവർ ശ്രമിക്കുക. പകരം വിശ്രമിക്കുന്നത് എവിടെയോ അവിടെ തന്റെ തട്ടകമെന്ന നിലയിൽ തമ്പടിക്കുകയും തുടർയാത്ര അവിടെ നിന്നും അടുത്ത തട്ടകത്തിലേക്ക് എന്ന നിലയിൽ യാത്ര തുടരാനുമാണ് ഇവർ ശ്രമിക്കുക. ഇതാണ് പൗരുഷത്തിന്റെ ഗുണങ്ങൾ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ പ്രാഥമികമായിട്ടും ഒരു പുരുഷൻ പൂർണ്ണമായിട്ടും ഇങ്ങനെയാണോ എന്നൊരു ചിന്ത നിങ്ങളിൽ വന്നിട്ടുണ്ടാകാം. ഉറപ്പാണ് അങ്ങനെയല്ല. പൗരുഷം എന്നുള്ളതിന്റെ കേവല സ്ഥിതിയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. പുരുഷൻ എന്ന് പറയുന്നത് ഈ പൗരുഷത്തിന്റെയും സ്ത്രൈണതയുടെയും മിശ്രിതമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രൈണ സ്വാധീനമുള്ളത് കൊണ്ടാണ് പുരുഷന്മാർ ഭർത്താക്കന്മാരായും കുടുംബസ്ഥന്മാരായിട്ടൊക്കെ കഴിയുന്നത്. പക്ഷെ പൗരുഷത്തിന്റെ അളവ് എത്ര കൂടുന്നു അതിനനുസരിച്ച് ഈ പറയുന്ന സ്വഭാവങ്ങളിലേക്ക് അവരെത്തിപ്പറ്റും. അപ്പോ അത് പ്രകാരം attributes of masculinity generally emphasize hierarchy, സ്ഥാനക്രമം എന്നുള്ളത്, ലീനിയാരിറ്റി, ക്രമമായിട്ടുള്ള ഒരവസ്ഥ. ക്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനു ശേഷം ഒന്നോ അതിനുശേഷം ഒന്നോ ഒന്നിനു ശേഷം ഒന്നുള്ള ഒരു രേഖീയമായ ചിന്താരീതി, കാര്യങ്ങളെ കാര്യകാരണ സഹിതം ചിന്തിക്കുന്ന ഒരു രേഖീയ ക്രമം, അതുപോലെ യുക്തി. ഈ 3 കാര്യങ്ങളെ ആധാരമാക്കിക്കൊണ്ടുള്ള ഗുണങ്ങളാണ് ഈ പൗരുഷത്തിനുണ്ടാവുക. അത് തന്റെ പിതൃധാരകൾക്കും കുടുംബത്തിനും മക്കൾക്ക് പുറത്തുള്ള ഒരു ലോകത്ത് വ്യാപരിക്കാൻ പാകത്തിലാണ് ഘടന ചെയ്തിട്ടുള്ളത്. അത് ജീവികളെ മനസ്സിലാക്കിയാൽ, ജീവികളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വിത്ത് വിതരണം നടത്തുക എന്നുള്ളതാണ് ഒരു സസ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ പ്രാഥമികമായിട്ടുള്ള ഒരു ധർമ്മം. പ്രത്യേകിച്ചും ഒരു പൗരുഷ അല്ലെങ്കിൽ പുരുഷ സത്തയുടെ ധർമ്മം എന്ന് പറയുന്നത് വിത്ത് വിതരണം നടത്തുക എന്നാണ്. വിത്ത് വിതരണം നടത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ അതിന് റോളില്ല. അവിടെ റോളില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ സാധാരണ കുടുംബങ്ങളിൽ ഈ മനുഷ്യന്റെ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് സാധാരണ കുടുംബങ്ങളൊക്കെ വരുന്നത്. ഈ കുടുംബത്തിൽ തന്നെ ഭാര്യയും ഭർത്താവും വളരെ ചേർന്ന് പോകുന്ന ഒരിടത്ത് പോലും സ്ത്രീ ഗർഭധാരണം നടത്തി കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ അവള് പുരുഷനെ റിജക്ട് ചെയ്യും. പിന്നെ നമ്മൾ ആധുനിക കാലം എന്ന് പറയുമ്പോൾ സിവിലൈസ്ഡ് ആയതുകൊണ്ട് നമ്മളത് പരിഗണിക്കേണ്ടതല്ലേ, ശ്രദ്ധിക്കേണ്ടതല്ലേ, കെയർ ചെയ്യേണ്ടതല്ലേ എന്നുള്ള ഒരു പരിഗണന നൽകാറുണ്ടെന്നല്ലാതെ സത്യത്തിൽ അത് റിജക്ട് ചെയ്യാണ് ചെയ്യുക. ഈ റിജക്ഷൻ എന്നുള്ളത് വന്യമായ രീതിയിൽ നടക്കുന്നതാണ് ജൈവലോകം. ആ റിജക്ഷൻ നടന്നു കഴിഞ്ഞാൽ പുരുഷൻ അവിടെ സ്ഥാനമില്ല എന്നവന് മനസ്സിലാവും. അവൻ അവിടെ വിട്ടുപോകും. ഇത് എല്ലാ ജൈവ സംവിധാനങ്ങളിലും ഉള്ളതാണ്. ഇത് തന്നെയാണ് ഈ അവിടം വിട്ടുപോവുക എന്നുള്ളതാണ് ഈ പുറം യാത്രയ്ക്കും അധിനിവേശത്തിനും ഒക്കെ കാരണമാണ്. പുറം യാത്ര ചെയ്യുന്ന സമയത്ത് ഈ നോമാഡുകളുടെ ഒക്കെ അവസ്ഥ ഉണ്ടല്ലോ, ഇവിടം വിട്ട് വേറൊന്നിടത്തേക്ക് പോവുക, അവിടം വിട്ട് അവിടെ വേറൊന്നിടത്തേക്ക് പോവുക എന്നുള്ളത്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു യാത്രയ്ക്ക് കാരണമാകുന്നതും അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് പിതൃധാരകൾക്കും കുടുംബത്തിനും മക്കൾക്കും പുറത്തുള്ള ഒരു ലോകത്ത് വ്യാപരിക്കാൻ പാകത്തിലാണ് ഈ പൗരുഷത്തെ ഘടന ചെയ്തിട്ടുള്ളത്. തന്റെ ധർമ്മം നിർവഹിച്ചു കഴിഞ്ഞ് പിന്നീട് ആ സ്ത്രൈണ ലോകത്ത് തുടരാതെ നിലനിൽക്കണമെന്ന പ്രപഞ്ചത്തിന്റെ വിഭ്രംശ നിയമമാണ് അതിന് കാരണമാകുന്നത്. അത് ധർമ്മം കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത്, പിന്നെ അവിടെ നിന്ന് വഴിമാറും.
താൻ എത്രത്തോളമാണോ ആ ധർമ്മം നിർവഹിക്കുക എന്നുള്ളതിന്റെ ആ പ്രാഥമിക പ്രാഗ്രൂപം ഉത്തരവാദിത്തം നമ്മളിലാണ്, അല്ലെങ്കിൽ പൗരുഷമുള്ളതിലാണ്. ആ പൗരുഷം എന്നുള്ള ഒരു അവസ്ഥയുടെ ആ ധർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കേണ്ടതില്ല, അവിടെ വിട്ടുപോവുക എന്നുള്ളത് ഒരു പ്രാപഞ്ചിക ധർമ്മമാണ്. ആ പ്രാപഞ്ചിക വിഭ്രംശ നിയമം അവിടെ നിന്ന് വഴിമാറുക എന്നുള്ള ആ വിഭ്രംശ നയമാണ് ഈ പൗരുഷത്തിന്റെ ഈ ഒരു സ്വഭാവത്തിന് കാരണമാകുന്നത്. ഒരു നിരന്തര ക്രമം പൗരുഷം അനുവദിക്കുന്നില്ല. ഇങ്ങനെ ക്രമിതമായി തന്നെ പോകുന്ന ഒരു അവസ്ഥ എന്നുള്ളത് എന്ന് വെച്ചാൽ സുസ്ഥിരതയ്ക്ക് നമ്മൾ പറയുന്നുണ്ടല്ലോ, അതിനൊരു ക്രമത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണം എന്നുള്ള ആ ഒരു ചാക്രിക ക്രമം എന്നുള്ളത് സംഭവം നിരന്തരം എന്ന് പറയുന്ന അതാണ് പെർപെച്വൽ ആയിട്ടുള്ള സംഭവം. അങ്ങനെ ഒരു അവസ്ഥ പൗരുഷം അനുവദിക്കില്ല. അതിങ്ങനെ മാറി മറിഞ്ഞും പോയിക്കൊണ്ടേയിരിക്കും. മുന്നിലൂടെ കടന്നു പോകുന്ന എല്ലാത്തിനോടും എന്നതിന് പകരം തനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് അതുവഴി വരുന്നതിനെ മാത്രം സ്വീകരിച്ച് കടത്തിവിടുക എന്നുള്ളതാണ് പൗരുഷത്തിന്റെ രീതി. സ്ത്രൈണതയുടെ രീതി നമ്മൾ പഠിച്ചതാണ്. ആ തന്റെ പരിധിയിൽ വരുന്ന മുഴുവൻ കാര്യങ്ങളെ ഒരുമിച്ച് പരിഗണിക്കും, മുഴുവനെയും ഒന്നുപോലെ കാണും, ഒരുപോലെ സ്വീകരിക്കും, ഒരുപോലെ കടത്തിവിടും ഒരേ സമയത്ത്. അപ്പൊ ഇത്രയേറെ കാര്യങ്ങൾ ഇടപെടുന്നത് കൊണ്ടാണ് അവൾക്ക് കാര്യത്തിൽ ഒന്നും തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത്. അതേസമയം പുരുഷന്റെ കാര്യം നേരെ തിരിച്ചാണ്. അവന് വേണ്ടത് മാത്രമേ എടുക്കൂ, വേണ്ടാത്തതിനെ റിജക്ട് ചെയ്യും. ആ വേണ്ടതിനെ മാത്രം എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ വേണ്ട കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകും. അവിടെ വേറൊരു കാര്യമായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല. ആ കണക്ഷൻ ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ വേണ്ടതിനെ സ്വീകരിച്ച് കടത്തിവിടുമ്പോൾ അതിന് വിജയം കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ് അവന് സക്സസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്ന് പ്രകടിപ്പിക്കാൻ പറ്റുന്നത്. ശരിക്കും ആരാ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നത്? സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലാണ്. പക്ഷെ പ്രകടമായിട്ട് ഭൗതികമായിട്ട് ഒരു കാര്യത്തെ കാണിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് അതിന് റിസൾട്ട് ഉണ്ടാവണം. ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത് എവിഡന്റ് ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഇപ്പൊ ഒരു വീട് ഭംഗിയായി സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു വീട്ടമ്മ, ആ സംവിധാനം ചെയ്തിരിക്കുന്നതിന് ഒരുപാട് തുക ചെലവായിട്ടുണ്ടെന്നിരിക്കട്ടെ. നമ്മള് പ്രകീർത്തിക്കുകയായിരിക്കുന്നത് ഇത്രയേറെ തുക കണ്ടെത്തി അവിടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള അത്രയൊക്കെ സമ്പാദിച്ചു വെച്ചിട്ടുള്ള അയാളെയാണ് നമ്മൾ പ്രകീർത്തിക്കുക. ഇതെല്ലാം സംവിധാനം ചെയ്തു വെച്ചിട്ടുള്ള ആ സ്ത്രീയെ നമ്മൾ പ്രകീർത്തിക്കില്ല. കാരണം ആ ധനാഗമനത്തെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, അതിനാണ് പ്രാധാന്യം കൊടുക്കുക. അപ്പോ തനിക്ക് ഉചിതമായി ഭവിക്കുന്ന ഇടങ്ങളുമായി മാത്രം ബന്ധം നിലനിർത്തിക്കൊണ്ട് ജീവിതത്തെ ആവിഷ്കരിക്കുക എന്നുള്ളത് പൗരുഷത്തിന്റെ സ്വഭാവമാണ്. തനിക്ക് ഉചിതമായി ഭവിക്കുന്നത്, എനിക്ക് ഗുണകരമായി ഭവിക്കണം, എനിക്ക് പറ്റുന്ന രീതിയിലായിത്തീരണം, അങ്ങനെയുള്ളതുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകും. അവർക്ക് അതുകൊണ്ട് തന്നെ ഈ തനിക്ക് വേണ്ടത് മാത്രം തനിക്ക് അനുകൂലമാകുന്നത് മാത്രം റിഡക്ഷനിസം എന്ന് പറയുന്ന ഒരു സംവിധാനവുമായിട്ട് മാത്രം ബന്ധപ്പെടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹോളിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ മൊത്തത്തിൽ കാണാനുള്ള ഒരു പ്രവണത അവർക്ക് ഉണ്ടാവില്ല. അതാണ് മസ്കുലിനിറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതായത് സമഗ്രമായി കാണുക എന്ന് പറയുന്ന സമയത്ത് കൈകാര്യക്ഷമത കുറയും. സമഗ്രമായി കാണുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല, കൈകാര്യക്ഷമത കുറയും. ആ കൈകാര്യക്ഷമത കുറയുക എന്നുള്ളത് പുരുഷനെ സഹിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ അതുകൊണ്ട് അവൻ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യും, ആ കാര്യം നടപ്പിലാക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ വെറുതെ അവിടെ കിടക്കും. അത് ശ്രദ്ധിക്കുകയില്ല. ഈ കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിച്ചത് മാത്രം ബൂസ്റ്റ് ചെയ്യപ്പെടും. മറ്റുള്ളതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നുവെന്നോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും പരിഗണിക്കാതെ പോകുന്നു, അവയെല്ലാം തടയപ്പെടുന്നു അല്ലെങ്കിൽ അവയെല്ലാം നശിച്ചു പോകുന്നു എന്നുള്ള കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കുന്നേയില്ല. അപ്പൊ ഇത് പുരുഷന്റെ ഒരു സ്വഭാവമാണ്. ഈ സമഗ്രമായി പുരുഷന്റെ അല്ല പൗരുഷത്തിന്റെ സ്വഭാവമാണ്. സമഗ്രമായി കാണാൻ സമീപിക്കാൻ അവർക്ക് കഴിയണമെന്നില്ല എന്നുള്ളത്. പക്ഷെ സമഗ്രമായി കാണുന്നില്ലേ? ഉണ്ട്. ആ കാണുന്നത് വെച്ചാൽ ഈ ത്രൈണതയുടെ സ്വാധീനത്തിലാണ്. അതുപോലെ ഏകധാരയിൽ മാത്രമുള്ള പരിധിയില്ലാത്ത വളർച്ച ഇവർക്ക് ആവശ്യിക്കും. ഏകധാരയിൽ മാത്രമുള്ള വളർച്ച എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ഒരു മൊണോപ്പൊളി എന്ന് പറയുന്നത്, കുത്തക എന്ന് പറയുന്ന രീതിയിലുള്ള പ്രകൃതിയിലെ വിതരണക്രമം എല്ലായിടത്തേക്കും ആ ജാലിക പരന്നു കിടക്കുന്ന രീതിയിലാണ്. എനിക്കൊരു കാര്യം ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടേക്കും, അവിടെ നിന്നുള്ളത് ഗുണം എനിക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും. പക്ഷെ പുരുഷന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏകധാരയിലല്ല, എല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും പൗരുഷധാര എന്ന് പറയുന്നത്. ഇത് രാജാവിന് മറ്റേ ഉത്തമനായ ഒരു വ്യക്തിക്ക് ചേർന്നതല്ല, ആ രീതിയിൽ വർക്ക് ചെയ്യുന്നതല്ല. അപ്പോ രാജാവിന് ചേരുന്ന വഴി എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന രീതിയിലാവുന്നു. അപ്പൊ രാജത്വം എന്ന് പറയുന്നത് പൗരുഷമുണ്ട് എന്ന് പറയുമ്പോഴും അതിൽ അമ്പത്തുണ്ട്. പക്ഷെ ഇവിടെ സാധാരണ രീതിയിൽ നമ്മളൊരു കാര്യത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകധാരിയിൽ മാത്രമുള്ള ഒരു വളർച്ചയായിരിക്കും അവർ ക്രമീകരിക്കുക. അതായത് എനിക്ക് ലാഭം വേണം, അല്ലെങ്കിൽ എന്റെ പദ്ധതികൾക്ക് ലാഭകരമായിരിക്കണം, മറ്റുള്ളവയ്ക്ക് അത് കിട്ടണമെന്ന് വലിയ നിർബന്ധം അവർക്ക് കാണാറില്ല.
ജീവിത വ്യവഹാരങ്ങളെ തിരക്കിൽ ചെന്ന ഇടങ്ങളിൽ നിന്നും ഒരു വിശ്രമാവസ്ഥയിൽ പൂർവ്വസ്ഥിതി പ്രാപിക്കാനല്ല അവർ ശ്രമിക്കുക. അതായത് അവരൊരു പുതിയ സ്ഥലത്ത് ചെന്നു. ആ പുതിയ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് തന്നെ അവർ ചെന്ന് നിൽക്കുക എന്നുള്ള പരിപാടി ഉണ്ടാവില്ല. അതായത് ഇപ്പോ ഞാൻ രാവിലെ എന്നിട്ട് ഇവിടെ വീട് വിട്ടുപോയി കഴിയുമ്പോൾ ഞാനിപ്പോ പാലക്കാട് എത്തി അല്ലെങ്കിൽ കോഴിക്കോട് എത്തി. അപ്പൊ ഞാൻ അവിടെ ചെന്ന് എന്റെ ആ യാത്രയുടെ ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത്? ഇനി തിരിച്ചു വീട്ടിൽ പോവുക എന്നുള്ളൊരു പരിപാടി ചെയ്യുക. ഇതാണ് പുനഃസ്ഥാപന ശേഷി എന്ന് പറയുന്നത്. ഈ പുനഃസ്ഥാപനം ഇങ്ങനെയല്ല ചെയ്യുക, തുടർന്ന് യാത്ര ചെയ്യാൻ എന്ന് വെച്ചാൽ അവിടെ വിശ്രമിച്ചിട്ട് ആ വിശ്രമം കഴിയുമ്പോൾ അവിടുന്ന് പിന്നെ അവിടെ വീട്ടിൽ പിന്നെ അടുത്ത വഴിക്ക് പോവുക എന്നുള്ള രീതിയാണ് പൗരുഷത്തിന്റെ രീതി. ഈ അധിനിവേശം എന്നുള്ള പ്രക്രിയ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അതിനെ കോൺക്ര ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഈ അധിനിവേശ വ്യവസ്ഥകളെല്ലാം തന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കുക? പൗരുഷത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഈ ഒരു നിരന്തര യാത്രയാണ് അവരിൽ ഉണ്ടാവുക. അപ്പോ അത് ഇങ്ങനെ നിരന്തരമായിട്ട് അവർ ശ്രമിക്കും. വിശ്രമിക്കുന്നത് എവിടെയോ അവിടെ തന്റെ തട്ടകം എന്ന നിലയിൽ തമ്പടിക്കും. അങ്ങനെ അവിടെ ചെല്ലുന്നു, അതാണ് എന്റെ സ്ഥലം എന്ന രീതിയിൽ അത് കാണിക്കും. സ്ത്രീ അല്ലെങ്കിൽ സ്ത്രൈണഭാവമുള്ളവർ എന്റെ ആ പഴയ സ്പേസിലേക്ക്, എന്റെ ആ ഇടത്തേക്ക് പോകണം എന്നുള്ള ചിന്തയിലായിരിക്കും. ഈ പൗരുഷമുള്ളവൻ എവിടെ ചെന്നോ അവിടെ തമ്പടിക്കും. അപ്പോ ഈ അവിടെ തമ്പടിക്കുമ്പോ അതാണ് എന്റെ തട്ടകം എന്നുള്ളതാണല്ലോ വിശ്വാസം. പിന്നെ അവിടെ നിന്ന് യാത്ര പോകുന്നത് തിരിച്ചല്ല, അടുത്ത തട്ടകത്തിലേക്ക്. അടുത്ത തട്ടകം കണ്ടെത്തി അടുത്ത തട്ടകത്തോടുള്ള പ്രേരണ ഉണ്ടാവും, അവിടേക്ക് യാത്ര ചെയ്യുക. ഇതാണ് പൗരുഷത്തിന്റെ രീതി. അപ്പൊ ഇത് സ്ത്രൈണഭാവത്തിന് നേരെ എതിർദിശയിലാണ് പ്രവർത്തിക്കുക. ഇതേപോലെ തന്നെ പ്രവർത്തിച്ചാൽ, ഈ പറയുന്ന രീതിയിൽ തന്നെ പ്രവർത്തിച്ച ഒരു വ്യക്തിയിൽ ഈ പറയുന്ന രീതി മാത്രമായിട്ട് പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ടും അത് അപകടമുണ്ടാക്കുന്നതാണ്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു ഏകീകൃത ലോകം എന്ന് പറയുന്നത്, കേന്ദ്രീകൃത ഭരണം എന്ന് പറയുന്നത്, പാർലമെന്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്, മനുഷ്യകേന്ദ്രിത സംവിധാനം എന്ന് പറയുന്നത്, പുരുഷാധിപത്യ സമൂഹം എന്ന് പറയുന്നത് ഒക്കെ ഈ സംഭവത്തെയാണ് കൂടുതൽ സ്വാധീനിക്കുന്നത്. അല്ലെങ്കിൽ ഈ സ്വാധീനത്തിൽ, ഈ പൗരുഷ സ്വാധീനത്തിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ സസ്റ്റൈനബിലിറ്റിയുടെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ചാലഞ്ചിങ് ആണ്. ഈ ലോകം മുഴുവൻ അധിനിവേശ വ്യവസ്ഥ വ്യാപിച്ചിട്ടുള്ളത് ഇതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോഴും നിലനിന്നു പോകുന്നതുകൊണ്ട്, അല്ലെ മതം പോലെയുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, പാരമ്പര്യ വിശ്വാസങ്ങൾ പോലുള്ള, പൈതൃക ധാരകൾ പോലെയുള്ള, സംസ്കാരങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം സ്ത്രൈണഭാവത്തിൽ നിരന്തരം നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇത്രയൊക്കെ അധിനിവേശ സ്വഭാവം ഉണ്ടായിട്ട് മനുഷ്യസതി നശിച്ചു പോകാതെ നിലനിൽക്കുന്നത്. അപ്പോ ഈ ഒരു ബാലൻസിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ വിഷയം ഇതാണ്. പുരുഷന്റെ മാനസിക തലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൗരുഷത്തിന്റെ മാനസിക തലം എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. അതിന്റെ വ്യക്തിത്വ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. അത് സ്ത്രൈണ അവസ്ഥയിൽ അതിന്റെ ധർമ്മത്തിന്റെ വഴി കഴിഞ്ഞാൽ, ധർമ്മം ചെയ്യാനുള്ളത് പ്രാഥമികമായിട്ട് എന്താണോ ചെയ്യേണ്ട ധർമ്മം കഴിഞ്ഞാൽ പിന്നെ അവിടെ വിട്ടുപോവുക എന്നുള്ളത്, വിഭ്രംശം സംഭവിക്കുക എന്നുള്ള ഒരു പരിപാടി ഉണ്ടാവും. പിന്നെ തനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സ്വഭാവം ഉണ്ടാവും. പിന്നെ തനിക്ക് ഉചിതമായ കാര്യങ്ങളിൽ മാത്രം ബന്ധം പുലർത്തി നിർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. ഏകധാരിയിൽ മാത്രമുള്ള വളർച്ച അവർ പ്രതീക്ഷിക്കും. പിന്നെ ചെല്ലുന്ന ഇടം ആണ് എന്റെ ഇടം, എന്റെ തട്ടകം എന്ന് വിചാരിക്കും. അവിടുന്ന് പുനഃസ്ഥാപിച്ച് പഴയ സ്ഥലത്തേക്ക് പോകണമെന്ന് അവർക്ക് തോന്നലുണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ അവർക്ക് പുതിയ തട്ടകങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കാൻ, ഇങ്ങനെ നിരന്തരം പുതിയ സംഭവത്തെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേയിരിക്കാനുള്ള താല്പര്യമുണ്ടാവും. അപ്പൊ ഇത് പൗരുഷത്തിന്റെ സ്വഭാവമാണ്. അത് സ്ത്രീയിലാണെങ്കിലും ശരി, പുരുഷനാണെങ്കിലും ശരി, ഈ സ്വഭാവം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അവരിൽ പൗരുഷം ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ഈ ഒരു നിരീക്ഷണം നിങ്ങളിൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള നിരീക്ഷിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.